ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും ബിബിയുടെ ഒക്കെ ബാഗ്, ഓഫീസിൽ കൊണ്ടുപോകുന്ന ബാഗ് ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പും പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരു കുട്ടി ഹെൽപ്പറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു സോപ്പും കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. അത് ഞാൻ ഒരു കുനിഞ്ഞ് നോക്കണത് എവിടെ പോയി, സോപ്പ് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി ഉരച്ചൊക്കെ കഴുകി അത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് നേരെ കൊണ്ടുപോയി വെയിലത്ത് കൊണ്ട് തൂക്കിയിട്ടു കേട്ടോ, ഗേറ്റുമ്പോൾ കൊണ്ട് തൂക്കിയിട്ടു. അപ്പോൾ ഇത് കഴുകിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ കാരണം ഓഫീസിൽ കറി കൊണ്ടുപോയപ്പോൾ എൻ്റെ ബാഗിൽ കറിയായി. അപ്പോൾ ഞാൻ പിന്നെ അത് കഴുകാമെന്ന് വെച്ചു, അങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പോൾ 4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബാഗാണ്. ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ കഴുകണത്. ഓഫീസിൽ നിന്ന് കിട്ടിയ ബാഗാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് കഴുകണത്. അപ്പോൾ ഞാൻ കഴുകിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ ബാഗും കൂടി ഞാൻ കഴുകി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെയിലത്തിരുന്നപ്പോൾ ഞങ്ങളുടെ ബെഡും കൂടി വെയിലത്തിട്ടു കേട്ടോ. അപ്പോൾ ഇസാക്ക് ഒരു ദിവസം മൂത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഒരു ദിവസം മീൻസ് 2 ദിവസം മുന്നേ മൂത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിലത്തിടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടും ബെഡിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന കാരണം ഞാൻ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവുമ്പോൾ ഒരു 10-20 മാങ്ങ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ 2-3 വർഷമായിട്ടുള്ള ഉണ്ടായി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്താൽ കേട്ടോ. പിന്നെ അപ്പനും മോനും പോയിട്ട് നാരങ്ങ കഴിച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ട്. അതിൻ്റെ ബാക്കി പണി എനിക്കാവുമല്ലോ, അത് ഓഫ് കോഴ്സ് എനിക്ക് തന്നെയാവും പണി ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ വൃത്തിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.